അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഈ കൂടോത്രം വെച്ചതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലാണ്. ഈ കാണുന്ന കാഴ്ചകൾ ഏതെങ്കിലും പഴയ നൂറ്റാണ്ടിലെയോ അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ അല്ല കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ട് KPCC പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തതാണിത്രേ. ഏതോ ഒരു മന്ത്രവാദിയെ വിളിച്ച് അത് KPCC പ്രസിഡൻറ്റിനെതിരായിട്ട് ആരോ കൂടോത്രം ചെയ്ത് സാധനങ്ങൾ കുഴിച്ചെടുക്കുന്ന രംഗങ്ങളാണെന്നും പറഞ്ഞ് മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഞെട്ടാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ LDF സംശയിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18 മണ്ഡലത്തിൽ ഈ കൂടോത്രം വിജയിച്ചു എന്നാണ്. എന്തോ 2 മണ്ഡലത്തിൽ അത് പരാജയപ്പെട്ടു പോയി. അതോ ഇനി അവിടെ വയ്ക്കാൻ മറന്നു പോയതാണോ എന്നറിയില്ല. ആ സ്ഥാനാർത്ഥികളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിനകത്തോ അത് വയ്ക്കാൻ മറന്നു പോയത് കൊണ്ട് അവർ ഒരിടത്ത് CPM മറ്റൊരിടത്ത് BJP ജയിക്കാനിടയായതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വല്ല ഗ്രൂപ്പ് ഉയരത്തിൻ്റെ മറവിലും സ്വന്തം സ്ഥാനാർത്ഥികളുടെ സ്ഥലത്ത് തന്നെ ഈ പണി ഒപ്പിച്ചൊന്നും നമുക്കറിയില്ല. ഇത് വെറുതെ പറയുന്നല്ല, ഇതൊന്ന് കേട്ടു നോക്കൂ. മാത്രമല്ല എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത് ഇനിയിപ്പോൾ 1 വർഷം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഈ കൂടോത്രം വെച്ചതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഈ നേതാക്കൾ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഇനി കേരളത്തിന് ഒരു നല്ല ശുഭകരമായ കാലഘട്ടമാണ് വരാൻ പോണത്. ശത്രുക്കളെ സംഹരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അടുത്ത ഇലക്ഷനിൽ ഇടതുപക്ഷം സൂക്ഷിച്ചിരിക്കണം. ഒരുവിധം 140 മണ്ഡലങ്ങളിലും ഈ കൂടോത്രം പ്രയോഗിക്കപ്പെടും. അതുകൊണ്ട് ഓരോരുത്തരും ഉറക്കൊഴിച്ച് കാവലിരുന്നാൽ അവർക്ക് രക്ഷപ്പെടാം. അത് മാത്രമാണ് ഇനി വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നേതാവ് ആകുന്നത് ജനങ്ങളുടെ നേതാവ് എന്നതൊരു വലിയ കാര്യമാണ്. ആ നേതാവ് ഒരു മാതൃകയായിരിക്കണം, ഒരു മാതൃകാ പുരുഷനായിരിക്കണം. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയുണ്ടല്ലോ ജനങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതും ആ ചെയ്യുന്നതും, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ. ജേക്കബ് സാർ പറഞ്ഞു കേട്ട് ഇതുപോലെ ചിരിക്കൊന്നും വേണ്ട നിങ്ങൾ. ജേക്കബ് സാർ യഥാർത്ഥത്തിലുള്ള മാതൃകാ പുരുഷനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, KPCC അധ്യക്ഷൻ ഈ തരത്തിലുള്ള മാതൃകാ പുരുഷനാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹത്തിന് അതിലൊക്കെ വിശ്വാസമുണ്ട്. കൂടെ ഒരു MP ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിനെതിരെ കൂടോത്രം ചെയ്തത് അദ്ദേഹം കണ്ടുപിടിച്ചു, അതിനെതിരെ മറുമന്ത്രവാദം ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ വലിയ സക്സസ് നേടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അതിൻ്റെ ലക്ഷണമാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലധികം അടക്കം നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് ദേഹാസ്വാസ്യം, കാലിന് വേദന, തലയ്ക്ക് പെരുപ്പ്, അതൊക്കെ ഈ മന്ത്രവാദം ചെയ്ത് ആരോ ചെയ്തു വെച്ചതാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ പ്രചാരം സൃഷ്ടിക്കുന്നത്. സോഷ്യൽ മീഡിയ കൊണ്ടാടുകയാണ്. എന്തായാലും ക്ഷുഭിതനായി. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. അതെ, കമാന്ന് മിണ്ടരുത്. ഇത് വളരെ രഹസ്യമായി ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് പബ്ലിക്കാക്കാൻ പാടില്ല, അതിൻ്റെ ഫലം പോവും. അതുകൊണ്ട് കമാന്ന് മിണ്ടാതെ. സന്തോഷായി. പണത്തിനോട് ആർത്തി തോന്നുമ്പോൾ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. ധരിപ്പിച്ച് ആരോ പണം അടിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ഏറ്റവും തമാശ, ഈ മനുഷ്യന്റെ ഇന്ന് എത്രയോ പൈസ ഈ പറയുന്ന ആള് മേടിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈ കൂടുപാത്രം എടുത്ത ആള് മേടിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോയി മേടിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് കണ്ടെത്തണമെങ്കിൽ സുധാകരൻ സാർ ധൈര്യപൂർവ്വം ഒരു പരാതി കൊടുക്കുക. കാരണം സുധാകരൻ സാർ അദ്ദേഹം നല്ലൊരു വിശ്വാസിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ ഈ ഒരു കാര്യത്തിൽ, അദ്ദേഹം ശക്തനായ ഒരു നേതാവാണ്, എന്തിനേയും നേരിടാൻ പ്രാപ്തിയുള്ള ഒരു നേതാവാണ്. കേവലം ഒരു കൂടുപാത്രത്തിലേക്ക് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അമ്മായിയമ്മ മരുമകൾ, അല്ലെ അമ്മായിയപ്പൻ മരുമകൻ, അങ്ങനെയൊക്കെയുള്ള പോരുകൾ ഉണ്ടാകുമ്പോൾ കൂടുപാത്രം ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റിക്കാറുണ്ട്. സുധാകരൻ സാറൊക്കെ ചെയ്തതാണ് ശരിക്കും വിശ്വാസമെന്നും ശരിക്കും ആചാരമെന്നും ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് പിന്തുണ കിട്ടാൻ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കൂ. നിങ്ങൾ താഴെ പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ അന്ധവിശ്വാസമാണ്.
സുഖം പറഞ്ഞത് കയ്യിൽ കൈയുണ്ട്, കൈ വിളിപ്പോൾ എനിക്ക് കൈക്ക് സുള്ളുണ്ടാക്കി, അതിന് തലയുണ്ടായി, തല വരുമ്പോഴേക്ക് തലക്ക് മരവിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന്. കൗതുകരമായി തോന്നിയത് ഇനിയിപ്പോൾ ഒരു വർഷം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഈ കൂടോത്രം വെച്ചതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. മാഷ് ഇതൊക്കെ കേട്ടോണ്ട് ചിരിച്ചോണ്ടും പരിഹസിച്ചോണ്ടും അങ്ങനെ ഇരുന്നോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും വീട്ടിലൊക്കെ കൂടോത്രം കുഴിച്ചിടുന്ന കാര്യം വരെ ഏറ്റു. ആ കാര്യത്തിലൊരു സംശയം വേണ്ട, നിങ്ങളുടെ പൊടി കാണില്ല. ജാഗ്രത. എന്തായാലും നമ്മുടെ ചാനലിന് കൂടോത്രം ഒന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലെയുള്ള പുതിയ പുതിയ വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.